നമസ്കാരം. ഫണ്ട് റിസ്ക്സിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. പ്രൊഫസർ മാത്യു. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിനു മുമ്പ് ചെയ്ത് ഏകദേശം ഒരു മാസം മുമ്പ് ചെയ്ത് ഒരു വീഡിയോയുടെ ഫോളോ അപ്പ് വീഡിയോ ആണിന്ന്. അപ്പോൾ ആ ഒരു വീഡിയോയെ കുറിച്ച് നമ്മളുള്ളത് പ്രൈവറ്റ് ഇക്വിറ്റി എന്ന പേരിൽ നാട്ടുകാരെ പറ്റിക്കുന്ന ഒരു സ്റ്റോക്ക് മാർക്കറ്റ് തട്ടിപ്പ്, അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഡബ്ബ ട്രേഡിംഗ് എന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല. അതിനേക്കാളും വളരെ വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് സത്യത്തിൽ നടന്നത്. അപ്പോൾ അത് വളരെ ലളിതമായിട്ട് വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ, പ്രൈവറ്റ് ഇക്വിറ്റി എന്ന പേരിൽ പ്രൈവറ്റ് ഇക്വിറ്റിയിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാം, അതേപോലെ തന്നെ അപ്പർ സെക്ടറിലുള്ള സ്റ്റോക്കുകൾ വാങ്ങിക്കാം എന്നൊക്കെയുള്ള രീതിയിലുള്ള കുറേ തട്ടിപ്പ് പരിപാടികളൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവരാളെ എങ്ങനെയാണ് പിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമ്മൾ ഒരു മാസം മുമ്പ് റെക്കമെൻഡ് ചെയ്ത 25 പൈസയുള്ള സ്റ്റോക്ക് ഇപ്പോൾ 15 രൂപയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള അഡ്വർടൈസ്മെന്റ്സ് ഒക്കെയാണ് കാണുക. അല്ലെങ്കിൽ നമ്മൾ 3 മാസം മുമ്പ് റെക്കമെൻഡ് ചെയ്ത ഒരു സ്റ്റോക്ക് ഇപ്പോൾ 2500% വർദ്ധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഡ്വർടൈസ്മെന്റ് കാണും. അപ്പോൾ ഇത് ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് നമുക്കുണ്ട്, അതിനകത്ത് ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ മെജോറിറ്റി ആളുകൾ എന്ത് വിചാരിക്കും, ഏതായാലും ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പാണ്, സ്റ്റോക്ക് ടിപ്പ് പൈസ കൊടുത്തിട്ട് വാങ്ങിക്കുക എന്നുള്ളതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിന് തെറ്റില്ല എന്ന് കരുതി ഇത്തരത്തിൽ ഉള്ള പരിപാടിയിൽ വാട്സപ്പ് ഗ്രൂപ്പിനകത്തും കയറി ജോയിൻ ചെയ്യും. വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യുമ്പോഴും വലിയ തെറ്റുകളൊന്നുമില്ല, പൈസയൊന്നും ആരും ചോദിക്കുന്നില്ല. പക്ഷേ നമുക്ക് കുറച്ച് ക്ലാസ്സുകളോ അതുപോലെയുള്ള സ്റ്റോക്ക് ടിപ്പുകളോ ഒക്കെ ഇങ്ങനെ വരും. നിങ്ങൾ വാങ്ങിക്കുക, ഇത് പ്രൈവറ്റ് ഇക്വിറ്റി വാങ്ങിക്കുന്നതാണ്, അതായത് നമ്മുടെ തന്നെ പ്രൈവറ്റ് ഇക്വിറ്റി. ഇതിനകത്ത് ഏറ്റവും തമാശയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേരോ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇതിൻ്റെ ഒരു മെൻറ്റർ എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ നാട്ടിലെ പേരെടുത്ത അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള പല ഇൻവെസ്റ്റ്മെൻറ്റ് ഗുരുക്കളോ അല്ലെങ്കിൽ വലിയ ഹെഡ്ജ് ഫണ്ടുകളോ ഒക്കെ ആയിരിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഗോൾഡ്മൻ സാക്സിൻ്റെയും ബ്ലാക്ക് റോക്കിൻ്റെയും അപ്പോളോയുടെയും ഒക്കെ പേരിലുള്ള ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളൊക്കെ വളരെ അധികമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിങ്ങനെ ജോയിൻ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ കൊടുക്കുന്ന സ്റ്റോക്ക് ടിപ്പുകൾ എന്ന് പറയുന്നത് പലതും അപ്പർ സർക്യൂട്ടിൽ ട്രേഡ് ചെയ്യുന്ന പല സ്റ്റോക്കുകളുമാണ്. സാധാരണ നമുക്കറിയുന്ന പോലെ തന്നെ ഈ അപ്പർ സർക്യൂട്ടിൽ ട്രേഡ് ചെയ്യുന്ന ഈ സ്റ്റോക്കുകൾ നമുക്ക് സാധാരണ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് വെച്ച് വാങ്ങിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല. സത്യത്തിൽ പറഞ്ഞ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് വെച്ചാലും നടക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഇങ്ങനെ കൊടുക്കുന്ന സ്റ്റോക്കുകൾ പിന്നീടുള്ള ദിവസങ്ങളിൽ നോക്കുമ്പോൾ അത് വീണ്ടും ചിലപ്പം 5% 10% അപ്പർ സർക്യൂട്ടിൽ കയറി അങ്ങ് പോകുന്നുണ്ടാവും അടുത്തൊരു 8-10 ദിവസം. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സ്റ്റോക്കുകളൊക്കെയാണ് ഇവർ പറയുക. അപ്പോൾ സാധാരണ രീതിയിൽ അതിൻ്റെ അകത്ത് ഈ ഗ്രൂപ്പിൻ്റെ അകത്ത് ജോയിൻ ചെയ്യുന്നവർ പറയും, അയ്യോ നമുക്കിത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവിടെയാണ് ഇവർ സൊല്യൂഷനുമായിട്ട് വരുന്നത്. ഇതിനുള്ള ഒരു പരിഹാര മാർഗമായിട്ട് പറയുന്നത്, നമ്മൾ വേണമെങ്കിൽ പ്രൈവറ്റ് ഇക്വിറ്റി എലിജിബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് നമ്മൾ പ്രൈവറ്റ് ഇക്വിറ്റി അക്കൗണ്ട്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നമ്മുടെ തന്നെ പ്ലാറ്റ്ഫോം. സത്യത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ഒരു ആധാർ നമ്പറോ ആധാർ കാർഡോ അല്ലെങ്കിൽ പാൻ കാർഡോ മാത്രം വെറുതെ വാങ്ങിച്ചിട്ട് അവർ സത്യത്തിൽ പറഞ്ഞാൽ CDSലോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലോ അങ്ങനത്തെ ഒരു ട്രേഡേ നടക്കുന്നില്ല. നിങ്ങളെ കൊണ്ട് പണം അതിൽ നിക്ഷേപിക്കുന്നു നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിനകത്ത്, അതായത് അവരുടെ ആ പ്ലാറ്റ്ഫോമിലെ ട്രേഡിംഗ് അക്കൗണ്ടിൽ. അതിനുശേഷം നിങ്ങൾ അവരുടെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ വാങ്ങുന്നു. അപ്പർ സെക്യൂരിറ്റിയുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അല്ലേ ഉള്ളൂ അപ്പർ സെക്യൂരിറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് അവൈലബിലിറ്റിയുടെ പ്രശ്നം വരുന്നത്. അപ്പോൾ ഇവിടെ വാങ്ങിക്കുന്നു, നിങ്ങളുടെ ആ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ അകത്ത് നിങ്ങളത് കാണുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. പിറ്റേ ദിവസം നോക്കുമ്പോൾ 5% കയറി പോവുകയാണെങ്കിൽ ഇവിടെ ലാഭം കാണുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ കുറേ പേര് വിചാരിക്കും, ഞാനിപ്പോൾ ആകെ ഒരു 1 ലക്ഷം രൂപയല്ലോ അല്ലേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ വീടും കുടുംബവും കെട്ടുതാരിയൊക്കെ പണയം വെച്ചിട്ട് കുറേ പേര് വന്നിട്ട് കൂടുതൽ പണം കൊണ്ടുപോയിടും. അപ്പോൾ കൂടുതൽ പണം കൊണ്ടുപോയിട്ട് കഴിഞ്ഞ് അങ്ങനെ വളരെയധികം പണമായി കഴിയുമ്പോൾ ഇവരെല്ലാവരും പിൻവലിക്കുക, അങ്ങനെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ് പോവുക അല്ലെങ്കിൽ മുങ്ങുക എന്നുള്ളൊരു വിദ്യയാണ് നടക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിനു മുമ്പ് ചെയ്തിരുന്നൊരു വീഡിയോ കണ്ടപ്പോൾ നമുക്ക് ലഭിച്ചിരുന്ന ഒരു ഇൻഫർമേഷനും അതേപോലെ തന്നെ ഇതിൻ്റെ പിന്നിലുള്ള ഒരു തട്ടിപ്പിൻ്റെ വിദ്യ എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ കഴിഞ്ഞൊരു 1 മാസത്തോളമായിട്ടുള്ള പല പത്രമാധ്യമങ്ങളിലെ വാർത്തകളും കാണുമ്പോൾ ഇത് അത്തരത്തിലുള്ള വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല. കാരണം നിങ്ങളിട്ട പണം പോവുക എന്നുള്ളത് മാത്രമാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു വലിയ ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ഇതിൻ്റെ മുന്നിൽ നടക്കാനുള്ള സാധ്യതകളും നടക്കുന്നുമുണ്ട്. നിങ്ങൾ ഏകദേശം ഒരു 3 ആഴ്ച മുമ്പ് ഒരു പത്രവാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 40,000 സിം കാർഡുകളുമായിട്ട് ഒരു തട്ടിപ്പ് വിവരനെ പിടിച്ചു എന്നുള്ളൊരു കഥ. അതായത് അദ്ദേഹത്തിന് കയ്യിൽ 40,000 സിം കാർഡുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് തട്ടിപ്പ് നടത്തുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഈ 40,000 സിം കാർഡും നമ്പറുകളും എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ലളിതമാണ് ഇക്കാര്യം. ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അകത്തും 1000 പേരുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഏകദേശം 100-150 പേരുകൾ എന്ന് പറയുന്നത് ഇവരുടെ തന്നെ ആളുകളാണ്. ഇതിൻ്റെ അകത്ത് കാണുന്ന പോലെ മോട്ടിവേറ്റിംഗ് മെസ്സേജുകളൊക്കെ അയക്കുന്നത്. അതായത് ഞാൻ 1.5 കോടി രൂപയുടെ എൻ്റെ ബിസിനസ് വിറ്റ് കിട്ടിയ പണം ഇതിൻ്റെ അകത്ത് ഈ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് നിക്ഷേപിച്ചു, ഇന്നലെ എന്നിട്ട് 40 ലക്ഷം രൂപ എനിക്ക് അപ്പർ സർക്യൂട്ടിലുള്ള സ്റ്റോക്ക് വഴി തിരിച്ചു കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന ബാക്കി എല്ലാവരും ഇക്കറിഞ്ഞ ടെസ്റ്റിമണീസൊക്കെ കേട്ടിട്ട് ഇത് ഓൾറെഡി നിക്ഷേപിച്ചവരുടെ സാക്ഷ്യപത്രങ്ങളാണെന്നൊക്കെ വിചാരിച്ചിട്ട് അവർ പണം കൊണ്ടുപോയി ഇടും. പക്ഷെ ഇതൊക്കെ അവരുടെ സ്വന്തം ആളുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വാട്സപ്പ് നമ്പറുകളൊക്കെ എടുക്കുന്നത് ഇവർ
ഇത്തരത്തിലുള്ള 40,000 അക്കൗണ്ടുകളിൽ നിന്നാണ്. അപ്പോൾ ഈ 40,000 അക്കൗണ്ടുകളിലുള്ള വാട്സപ്പ് ഈ നമ്പറുകളൊക്കെ, വാട്സപ്പ് നമ്പറെല്ലാം ഫോൺ നമ്പറുകൾ, സിമ്മൊക്കെ എങ്ങനെ എടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ഈ തട്ടിപ്പിൻ്റെ ഒരു ആദ്യത്തെ ലെവലിൽ ഇരിക്കുന്നത്. അതായത് നമ്മൾ ഇതിനകത്തൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു, പ്രൈവറ്റ് ഇക്വിറ്റി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആധാർ കാർഡും അതുപോലുള്ള കഥകളൊക്കെയാണ് ചോദിക്കുന്നത്. ഇവരുമായിട്ട് തന്നെ വളരെയധികം ലിങ്കുകളുള്ള പല അക്കൗണ്ടോ ഈ സിം പ്രൊവൈഡ് ചെയ്യുന്നവരോ അല്ലാത്ത രീതിയിൽ പണം കൊടുത്താൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ആധാർ അല്ലെങ്കിൽ ഒരു ഐഡന്റിഫിക്കേഷൻ കാർഡിൻ്റെ മാത്രം ബലത്തിൽ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ പലരുടെയും പേരിലുള്ള സിം കാർഡുകളാണ് എടുക്കുന്നത്. അത് കാരണം ഈ സിം കാർഡ് ഒരു ഒഫൻസ് നടന്നിട്ട് ഇവർ തട്ടിപ്പ് നടത്തി കഴിഞ്ഞിട്ട് ഈ സിം കാർഡിൻ്റെ പുറകെ തപ്പിച്ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ചിലപ്പം നിങ്ങളുടെ അയലക്കാരനെയൊക്കെ ആയിരിക്കും. അപ്പോൾ സിം കാർഡ് അന്വേഷിച്ച് പോയിട്ട് തട്ടിപ്പുകാരനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അവിടെ അടഞ്ഞു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് പ്രൈവറ്റ് ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലിട്ട പണം, ആ ഇട്ട പണം ഏറ്റുവാങ്ങിയ അക്കൗണ്ട്, ആ അക്കൗണ്ടിൻ്റെ ഉടമസ്ഥനെ തപ്പിപ്പോകുമ്പോഴാണ് മറ്റൊരു തരത്തിലുള്ള തട്ടിപ്പ് നടക്കുന്നത്. അതാണ് ഏകദേശം കഴിഞ്ഞ ആഴ്ചയോ മറ്റോ നമ്മൾ കൊയിലാണ്ടിയിൽ നിന്നും ഒരു മാന്യദേഹത്തെ പിടിച്ചതായിട്ട് കണ്ടത്. അതായത് അദ്ദേഹം പാവത്താൻ. അപ്പോൾ അദ്ദേഹത്തിനോട് വന്ന ഒരു പ്രധാനപ്പെട്ട ഓഫർ എന്ന് പറയുന്നത്, അതിനകത്ത് ഇങ്ങനെയുള്ള തട്ടിപ്പുകളൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പണമില്ലേ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് വിദേശങ്ങളിൽ നിന്നും പലയിടത്തു നിന്നൊക്കെ വരാനുള്ളൊരു ഫണ്ടുണ്ട്, ഞങ്ങൾക്ക് ടാക്സിൻ്റെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് നിങ്ങൾ പാവത്താനാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സിൻ്റെ പ്രശ്നങ്ങളൊന്നും വരത്തില്ലല്ലോ, അപ്പോൾ ഇതിൽ വരുന്ന ഫണ്ട് കുറച്ച് ലക്ഷങ്ങൾ വരും, അതിൻ്റെ ഒരു 10% 15% നിങ്ങൾക്ക് തന്നേക്കാം, ബാക്കിയുള്ളത് നിങ്ങൾ എടുത്തോ. ഇയാൾ 10% തന്ന് ബാക്കിയുള്ളത് നമ്മൾ എടുത്തോളൂ എന്ന് പറയും. അപ്പം നിങ്ങൾ ഏറ്റവും പ്രിഫേർഡ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളൊരു പുതിയ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുമോ അല്ലെങ്കിൽ കാശില്ലാത്തൊരു ബാങ്ക് അക്കൗണ്ടോ അതിൻ്റെ യൂസർ ക്രെഡൻഷ്യൽസൊക്കെ, ലോഗിൻ ക്രെഡൻഷ്യൽസൊക്കെ ഞങ്ങൾക്ക് തരിക. അപ്പോൾ സാധാരണ രീതിയിൽ ഇവർ വിചാരിക്കും പൈസയുള്ള അക്കൗണ്ടിൻ്റെ ലോഗിൻ ക്രെഡൻഷ്യൽസ് കൊടുത്താലല്ലേ പ്രശ്നമുള്ളൂ, ഇതിന് കാശൊന്നുമില്ല. കൂടാതെ ഇവർ ഒരു മോശമില്ലാത്ത പൈസ വരുമെന്നും പറയുന്നു, 50 ലക്ഷം 1 കോടി രൂപയൊക്കെ വരും, അപ്പോൾ എൻ്റെ 10% എന്ന് പറഞ്ഞാൽ തന്നെ 10 ലക്ഷം രൂപയായി. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് വലിയ കച്ചവടമില്ലാത്ത സ്റ്റാർട്ടപ്പുകൾ എന്ന പേരിൽ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള പല ചെറുപ്പക്കാരുടെയും പല കമ്പനി അക്കൗണ്ടുകളും, അതേപോലെ തന്നെ പല ട്രസ്റ്റ് അക്കൗണ്ടുകളും, അതായത് പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നുമില്ല, ട്രസ്റ്റ് അക്കൗണ്ട്, സൊസൈറ്റി അക്കൗണ്ട്സ്, ഇവരൊക്കെ ഒരു ആവേശത്തിന് വേണ്ടി തുടങ്ങിയതൊക്കെ ആയിരിക്കും. ചില പച്ചക്കറി ട്രേഡേഴ്സിൻ്റെ അക്കൗണ്ടുകൾ വരെ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയും. അതായത് ഇവരോട് ഇങ്ങനെയുള്ള മോഹന വാഗ്ദാനമാണ് നൽകുന്നത്. അപ്പോൾ ലോഗിൻ ക്രെഡൻഷ്യൽസ് അവർ ഷെയർ ചെയ്യുന്നു, അതിൻ്റെ അകത്ത് നിന്ന് ഒരു 10-90% പണവും ലഭിക്കുന്ന പണം ഇവർ പല വഴിയിൽ ഇന്ത്യയുടെ പുറത്തേക്ക് ഇവർ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണം ഇവർക്ക് ലഭിക്കുന്നുണ്ടാകാം, ലഭിക്കുന്നില്ലായിരിക്കാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പണം ഇട്ട അക്കൗണ്ടും തപ്പിച്ചെല്ലുമ്പോൾ തട്ടിപ്പുകാരുടെ ഒരു ലാഞ്ചന പോലും ലഭിക്കുന്നില്ല എന്നുള്ളൊരു സത്യം അവിടെ നിലനിൽക്കുന്നു. ഫോൺ നമ്പർ തപ്പിപ്പോയി കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും പാവത്താൻ്റെ ഫോൺ നമ്പർ ആയിരിക്കും ലഭിക്കുക. അക്കൗണ്ട് തപ്പിപ്പോയി കഴിഞ്ഞാലും വേറെ ഏതെങ്കിലും ഇതുമായിട്ട് കാര്യമായിട്ട് ബന്ധമില്ലാത്ത ഒരു പാവത്താൻ്റെ അക്കൗണ്ട് ആയിരിക്കും ലഭിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളൊരു പങ്കെടുത്ത വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അകത്തുള്ള ഒരു മാന്യതയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം വളരെ ചുരുങ്ങിയൊരു പൈസയെ കിട്ടുള്ളൂ ഇങ്ങനെയുള്ള സ്റ്റോക്ക് മാർക്കറ്റിംഗ്, അങ്ങനത്തെ ഇവർ ടിപ്പുകളൊക്കെ കൊടുത്തു അപ്പർ സെക്യൂരിറ്റിയുള്ള സ്റ്റോക്ക്. അപ്പോൾ അദ്ദേഹം ഇവരുടെ തന്നെ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് കയറി വാങ്ങുകയൊക്കെ ചെയ്തു. പക്ഷേ ഏകദേശം 10,000 രൂപ 15,000 രൂപ ആ ഒരു വിലത്തിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ കൂടുതൽ അദ്ദേഹം നിക്ഷേപിക്കാൻ തയ്യാറായില്ല. നല്ലത്. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ വളരെ ചെറിയ ചെറിയ പൈസ മാത്രം ഇട്ടിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ 500 1000 രൂപ മാത്രം ലാഭം ലഭിക്കുന്നത് ആയപ്പോൾ അവിടെ നിന്ന് ഇവരുടെ തട്ടിപ്പ് പ്രസ്ഥാനത്തിൻ്റെ അകത്തുള്ള ചിലർ അദ്ദേഹത്തെ വിളിച്ചു, താങ്കൾ എന്താണ് ഈ പണം ഇടാത്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പണം ഇല്ല, ആകെ ഈ പണമേ ഉള്ളൂ, ആ ഉള്ള പണമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, ബാക്കി ഇനി പണം എവിടുന്ന് കിട്ടാൻ വഴിയില്ലാത്തത് കൊണ്ടാണെന്ന് അദ്ദേഹം അങ്ങോട്ടൊരു നുണ തട്ടിവിട്ടു. അപ്പോൾ ഇവർ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ തീരെ പണമില്ലാത്ത ഒരാളാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇപ്പോൾ ഈ 10,000 രൂപ 12,000 രൂപ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കാം. ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ആ അക്കൗണ്ട് ഞങ്ങളെ ഏൽപ്പിച്ച് തന്നേക്കാം. ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഫണ്ട് പലയിടത്തു നിന്നായിട്ട് ഒത്തിരി വരുന്നുണ്ട്. അപ്പം പ്രൈവറ്റ് ഇക്വിറ്റി ഒക്കെ ആയതുകൊണ്ട് അറിയാമല്ലോ, ഇന്ത്യയുടെ പുറത്തുനിന്നും അവിടെ നിന്നൊക്കെ വരുന്നത് കൊണ്ട് നമുക്ക് ലീഗലായിട്ട് ഇവിടുന്ന് ഏറ്റുവാങ്ങാനുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ട്, ടാക്സിൻ്റെ ബെനിഫിറ്റുകളുടെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ലോഗിൻ ക്രെഡൻഷ്യൽസ് ഞങ്ങൾ ഏൽപ്പിച്ച് തന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ പണത്തിൻ്റെ പ്രശ്നം തീരും. അതായത് 1 കോടി 2 കോടി രൂപയോളമൊക്കെ ഏറ്റവും മിനിമം വരും അക്കൗണ്ടിൽ. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു 10% നിങ്ങൾക്ക് നൽകിയേക്കാം, അതായത് 20 ലക്ഷം രൂപയായി. ആ 20 ലക്ഷം രൂപ നിങ്ങൾ തിരിച്ചു വീണ്ടും ഞങ്ങളുടെ അക്കൗണ്ടിൽ അകത്തിട്ടാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അപ്പർ സെക്യൂരിറ്റിയുള്ള സ്റ്റോക്കുകളൊക്കെ വാങ്ങി ആനന്ദ സുഭിക്ഷമായിട്ട് ജീവിതം മുമ്പോട്ട് പോകാം. ഇദ്ദേഹത്തിൽ നിന്നാണ് ഈ പറഞ്ഞ കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ നമ്മൾ അറിയുന്നത്. ഈ തട്ടിപ്പിൻ്റെ ഒരു വലിയൊരു നൂലാമാല എവിടെയാണ് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് വളരെ പ്ലാൻഡായിട്ട് നടത്തുന്ന ഒരു തട്ടിപ്പുകളാണ്. നിങ്ങൾ ഈ ഒരു തട്ടിപ്പ്, ഈ ഒരു കമ്പനി അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ കമ്പനിയെ കാണും. ഗോൾഡ്മാൻ സാക്സും ബ്ലാക്ക് റോക്കും അപ്പോളോയും ഇങ്ങനെയൊക്കെ ഉള്ള കമ്പനികളുടെ പേരിലാണ്. അപ്പോൾ കമ്പനികൾ അവിടെയുണ്ട്, പക്ഷേ അവരും ഇവരായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
ഇതിനകത്ത് കാണുന്ന പോലെ തന്നെ ഇപ്പം അക്കൗണ്ടുകൾ നോക്കുകയാണെങ്കിൽ നമ്മളെ കേരളത്തിലെ അക്കൗണ്ടുകൾ വരെ കാണാം. അതിനകത്ത് സെബിയുടെ ഒരു എൻഡോഴ്സ്മെന്റ് കൂടി അവർ പറയുന്നുണ്ടെന്നുള്ള ഏറ്റവും വലിയ തമാശ. അതായത് സെബി അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന രീതിയിലാണ് സെബിയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൺ റിവ്യൂ ബൈ ദ സെബി ദ ഫോളോയിങ് ബാങ്ക് അക്കൗണ്ട്സ് ഹാസ് ബീൻ ഡെസിഗ്നേറ്റഡ് ആസ് ഡെസിഗ്നേറ്റഡ് കളക്ഷൻ അക്കൗണ്ട്സ് ഫോർ അപ്പോളോ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട് ട്രേഡിംഗ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. KSM ഇന്റർനാഷണൽ എന്നൊക്കെ പറഞ്ഞിട്ട് ചേർത്തലയിലുള്ള ഏതോ ഒരു പാവത്താൻ്റെ അക്കൗണ്ടൊക്കെയാണത്. അതേപോലെ തന്നെ നിങ്ങൾ ബാക്കിയുള്ള അക്കൗണ്ടുകളൊക്കെ കാണാം. സെബിയുടെ പേരും കൂടി ദുരുപയോഗം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ഒരു ഗ്രൂപ്പിൻ്റെ പല സ്ക്രീൻഷോട്ടുകളൊക്കെ കണ്ട വളരെ തമാശകളാണ്. അതായത് പ്രൈമറി അക്കൗണ്ടിൽ നമുക്ക് വാങ്ങിക്കാം, പ്രൈമറി അക്കൗണ്ടിൽ നമുക്ക് പ്രയോറിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വളരെ ലളിതമായിട്ടുള്ള ബാലപാഠങ്ങൾ പോലും പലപ്പോഴും അറിയാത്തവരാണ് ഈ ഗ്രൂപ്പിൻ്റെ അകത്ത് മെജോറിറ്റി എന്ന് വേണം ഈ ഗ്രൂപ്പിൽ നടക്കുന്ന പല ഡിസ്കഷനുകളിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. നിങ്ങളുടെ പണം പോവുക ആ ഒരു നിലവാരത്തിൽ നിന്നും മാറി നിങ്ങൾ തന്നെ വലിയൊരു തട്ടിപ്പ് പ്രസ്ഥാനത്തിൻ്റെ അറിയാതെ ഒരു ഭാഗമായി തീരാനുള്ള സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നു. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള മോഹന വാഗ്ദാനങ്ങളുമായിട്ട് വരുന്നത് അവരെപ്പോഴും കരുതിയിരിക്കുക. കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് കുറച്ച് ആശങ്കജനകമായിട്ടുള്ളൊരു കാര്യം കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഇൻഫ്ലുവൻസേഴ്സ് ഇത്തരത്തിലുള്ള ചില പ്ലാറ്റ്ഫോമുകൾ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് കണ്ടു, അത് റെക്കമെൻഡ് ചെയ്യുന്നതായിട്ടും കണ്ടു. മറ്റൊന്നും കൊണ്ടല്ല, ഇതിന് ഉള്ള റഫറൽ പെർസെൻറ്റേജ് വളരെ അധികമാണ്. കൂടാതെ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ താരതമ്യേന വളരെ വലിയ സംഖ്യകളാണ് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുക. ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ 5%, ലാഭത്തിൻ്റെ അല്ല, ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ 5%-ഓളമാണ് പല ഇൻഫ്ലുവൻസേഴ്സിനും ഇതിന് ലാഭവിഹിതമായിട്ട് അഥവാ റഫറൽ പാർട്ട്ണർഷിപ്പ് ഫീ ആയിട്ട് കൊടുക്കുന്നത്. ഇപ്പം മറ്റേ നമ്മുടെ ബ്രോക്കേഴ്സിൻ്റെ റഫറൽ പാർട്ട്ണറായിട്ടിരിക്കുന്നതിനേക്കാളും വളരെ എന്തുകൊണ്ടും വലിയൊരു സംഖ്യ ഇതുവഴി ലഭിക്കും. കാരണം ബ്രോക്കറുടെ റഫറൽ പാർട്ട്ണറായി കഴിഞ്ഞാൽ ബ്രോക്കറേജിൻ്റെ ഒരു ശതമാനം മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇതങ്ങനെയല്ല, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേക ശതമാനം ലഭിക്കും. അപ്പോൾ ഇത് വളരെ ബെനിഫിഷ്യലായിട്ട് തോന്നും. പക്ഷേ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളാണെന്ന് അറിഞ്ഞോ അറിയാതെയോ റഫറൽ പാർട്ട്നേഴ്സ് ഇങ്ങനെ ആയിട്ട് പല ഇൻഫ്ലുവൻസേഴ്സ് ഇറങ്ങി പുറപ്പെടുന്നത് വളരെ വേദനാജനകമാണ്. മറ്റൊന്നും കൊണ്ടല്ല, മിക്കപ്പോഴും ഈ പറഞ്ഞ പോലെ യൂട്യൂബിൻ്റെ അകത്തോ അല്ലെങ്കിൽ പബ്ലിക് അപ്പിയറൻസ് ഉള്ള പലരും അവർ പറയുന്നത് എല്ലാം സത്യമാണെന്ന് കരുതുന്ന വളരെയധികം ജനങ്ങളുണ്ട്. അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കുന്നവരുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ കൊണ്ടേ കുഴി ചാടിക്കുന്ന ഒട്ടും നല്ലതല്ല. ബോൾട്ട് പോലെയുള്ള പല ക്രിപ്റ്റോ കറൻസികളും നമ്മൾ കണ്ടു. പലരും അത് ചാടിക്കേറി ഏറ്റെടുത്ത് പല ഇൻഫ്ലുവൻസേഴ്സും അത് മുമ്പോട്ട് വെച്ചു. അത് കേട്ട എല്ലാവരും അതിൻ്റെ അകത്ത് കയറി അവരുടെ കാഴ്ചക്കാരായിട്ടുള്ളവരെല്ലാം പണം നിക്ഷേപിച്ചു. പോയ പണത്തിന് യാതൊരു അഡ്രസ്സും ഇല്ല ഇപ്പോൾ ഉള്ളതാണ് സത്യം. പണം ഒരിക്കലും വെറുതെ വരില്ല. അങ്ങനെ വരുമായിരുന്നുവെങ്കിൽ പണത്തിൻ്റെ വില പണ്ടേ പോയേനെ. അധ്വാനത്തിന് തത്തുല്യമായിട്ടുള്ള പണം മാത്രമേ നമ്മുടെ കയ്യിൽ എത്തിച്ചേരുകയുള്ളൂ. അതുകൊണ്ടാണ് പണത്തിന് ഇന്നും വിലയുള്ളത്. ഇതോട് ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിന് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.